ഞാനിതൊന്ന് ഇട്ടോട്ടെ. എനിക്ക് സമയമില്ല. പോവല്ലേ പോവല്ലേ. നിങ്ങളുടെ രണ്ടാളുടെയും തമ്മത്തല്ല് ഇതുവരെ തീർന്നില്ലേ? നിനക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ ആവണി? അച്ഛൻ എന്നെ ജംഗ്ഷൻ വരെ ഒന്ന് കൊണ്ടാക്കി തരോ? വാ കേറ്. എന്നും തന്നെ പരിപാടി. അതെ, ഇത്തിരി പതുക്കെ പോയാ മതി. എന്റെ പൊന്നു കൃഷ്ണവേണി, ഒരു വഴിക്ക് മുമ്പ് പുറകേന്ന് വിളിക്കല്ലേ. നിങ്ങളുടെ രണ്ടുപേരുടെ വഴക്ക് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോവാൻ. അച്ഛൻ വണ്ടി എടുക്ക്. Come on, get up. 5 മണി. 5 മണിക്ക് ശേഷം ഇവിടെ ഉറക്കം പാടില്ല. Got it? I am very strict. കേട്ടല്ലോ? എന്തൊക്കെയുണ്ട് ചാമ്പ്യൻ? യൂണിഫോമിൽ ഇങ്ങോട്ട് ഡ്യൂട്ടിക്കിടയിലും ഞങ്ങള് പോലീസുകാർക്ക് യൂണിഫോം ധരിച്ചല്ലേ പറ്റൂ. എടാ, ഞാനെന്തിനാ വന്നതെന്ന് നിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവന്മാർ 2-3 മാസം എടുക്കും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ. ഇതുവരെ അവന്മാർ കേസോ പരാതിയോ ഒന്നും തന്നിട്ടില്ല. പക്ഷേ പോലീസുകാരായ ഞങ്ങൾക്ക് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. പോലീസ്? അതെ, പോലീസ്. ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ പോലീസും കോടതിയും നിയമങ്ങളൊക്കെ ഉള്ളത്. നീ എന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ കയറി ഇടപെടണേ? അവന്മാര് നിനക്കെതിരെ കേസ് തരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നീ ഒരു പരാതി എഴുതി എനിക്ക് താ. അതെങ്ങനെ ശരിയാം വിജയ്? അവന് കിട്ടേണ്ടത് അവന് കിട്ടി. പിന്നെ അവളെ കൊണ്ടൊരു പരാതിയും കൊടുപ്പിച്ച് 4 ദിവസം അതൊരു വാർത്തയാക്കി അത് സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിച്ച് അവളെ ഒരു ഇരയാക്കി കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മം. ബെസ്റ്റ്. നീ ചെയ്ത ചെയ്ത് ഇതുപോലെ പബ്ലിക് ഏറ്റെടുത്ത് ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് കോഴിക്കോടുള്ള ഒരു ശിവദാസനെ ഓർമ്മയുണ്ടോ വിജയ്? സ്വന്തം മോളെ പീഡിപ്പിച്ചൊരുത്തനെ പള്ളക്കേറിട്ട് ജയിലിൽ പോയൊരു ശിവദാസനെ. എന്നെ പോലെ പലരും ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പോലീസുകാർ ഇതിലേക്ക് വേണ്ട. നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഞാൻ പോവാണ്. പിന്നെ അവന്മാര് കയ്യും കെട്ടി വെറുതെ ഇരിക്കുന്നു ഓർക്കണ്ട രഘുവരൻ. നീ കണ്ടോ, ഇതാണ് എന്റെ സാമ്രാജ്യം. ഇതും പറഞ്ഞല്ലേ എന്നെ കുറെ ലേറ്റ് ആക്കിയത്. നീ വന്നേ, എനിക്കിന്ന് 2 പേരെ പൊക്കണം. വാ അജയ്, ഒന്ന് പെട്ടെന്ന് വാടാ. എന്താ നമ്മളെ പൊക്കാനെ മാസ്റ്റർ വന്നേക്കുന്നത്? ഇന്നലെ ഗ്രൗണ്ടിൽ നടന്ന എല്ലാം അറിഞ്ഞിട്ടുണ്ട്. നിക്കടാ, ഞാനും വരുന്നുണ്ട്. നീ ബസ്സിന് വാ, ഞങ്ങൾക്ക് കുറച്ച് പരിപാടി ഉണ്ട്. സന്ദീപേ, നിക്കടാ. അയ്യോ, ഇതാര് മാസ്റ്ററോ? ഞങ്ങളിപ്പോ മാസ്റ്ററെ കാണണം കാണണം വിചാരിച്ചേ ഉള്ളൂ അല്ലേടാ. മാസ്റ്റർ മിസ്സും ഒരു ഹണിമൂണിൽ പോയില്ലല്ലോ എന്നൊരു പരാതി കേൾക്കുന്നുണ്ടോ? ഹണിമൂണിന് പോണോ കാശിക്ക് പോണോന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ഇന്നലെ അപ്പുറത്തെ പറമ്പിൽ വെള്ളം അടിച്ച് അലമ്പടാക്കി കേട്ടല്ലോ. ഞാനോ? ഞങ്ങളോ? നീ വെള്ളം അടിക്കോളാ? ഇല്ലെന്ന്. ദേവി, ഇത് ആരാ പറഞ്ഞു വരുത്തുന്നേ? ഈ നിൽക്കുന്നതിന്റെ പെങ്ങളാണ് സത്യം. ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ എവളുടെ തല പൊട്ടി തെറിച്ചു പോട്ടെ. ദൈവമേ, എന്റെ തല. ഇനി മേലെ ഇങ്ങനെ എന്തെങ്കിലും എന്റെ ചെവിയിലെത്തിയ നിന്റെയൊക്കെ നിക്കറെ മുളിക്കുന്ന ഒരു ഐറ്റം എന്റെ ഉണ്ട്. ഓർത്തോ കേട്ടാ? നിങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ലേ? ചുമ്മാ ആ കുട്ടികളോട് ഇങ്ങനെ പറയാൻ. ഇതെന്റെ പിള്ളേരല്ലടാ, വേറെ ആരോട് പറയാനാ? അവന്മാരൊന്നും എനിക്ക് അങ്ങനെ കളയാൻ പറ്റില്ല. രണ്ടും പഠിച്ച കള്ളന്മാരാ.
എടാ നമ്മുടെ മാസ്റ്റർ എങ്ങനെ എല്ലാ കാര്യവും അറിയണേ? ഇതവളാ ആര്? എന്റെ പൊന്നാര പെങ്ങൾ ആവണി. അവളല്ലാതെ വേറെ ആരും ഇത് പറയൂല. അവളോ? അവൾ പാവാടാ. പാവം തേങ്ങാകൊല. അവൾ എന്നോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിട്ടാ ഈ പണിയെല്ലാം ഒപ്പിക്കുന്ന. അല്ലെങ്കിൽ അവളെ പറയുമ്പോ നിനക്കെന്താ എത്ര പൊള്ളല്? എടാ അങ്ങനെയല്ല. അത് അവൾക്ക് നിന്റെ അടുത്തൊരു ദേഷ്യമില്ല. നിനക്കറിയാം. പറ 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 പറ. ശരി. അപ്പൊ ഞാൻ ആര് പൊട്ടനാ? എടാ അങ്ങനെയൊന്നും ഇല്ല. എടാ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇത് അതെനിക്കുണ്ട്. എടാ നീ എന്തൊക്കെയാ പറയണേ? അങ്ങനെയൊന്നും ഇല്ല. നിന്നെ പോലെ എന്റെ എല്ലാ തരിയുടെ അറിയാവുന്ന ഒരുത്തരം തന്നെ വേണം അവ കേട്ട. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കും. കേട്ടോളിയാ എന്നാ ആഹാ ഇത് എന്നും ഉണ്ടോ? എന്റെ മാസ്റ്ററെ, വീട്ടിലെത്തുമ്പോഴെങ്കിലും ഒന്ന് മാറ്റി വെച്ചൂടെ? ഇതൊന്നും ഒഫീഷ്യൽ അല്ല, ഓൺലി പേഴ്സണൽ. ആണോ? എന്റെ ഉള്ളിലെ പല കാര്യങ്ങളും നിന്നോട് പറയും പോലെ ദാ ഇതിനുള്ളിലും സേഫ് ആയിരിക്കും. ചെറുപ്പത്തിലുള്ള ശീലമായി പോയി. അതെ, കല്യാണത്തിന് മുമ്പുള്ള പല ശീലങ്ങളും സ്വാഭാവികമായിട്ടും കല്യാണത്തിന് ശേഷം ഒന്ന് മാറ്റണം. അതെ, നിനക്കറിയാലോ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒറ്റ ദിവസം കൊണ്ടോ ഒരു കല്യാണം കഴിച്ചതുകൊണ്ടോ അതൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അതെ, ഇനി എനിക്കറിയാത്ത എന്തെങ്കിലും രഹസ്യം ഇതിലുണ്ടോന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. എത്രയാ? 4000. 2000 ഒക്കെ ആവും. ഇന്ന് പോടാപ്പാ, എനിക്ക് വേറെ പണിയുണ്ട്. നീ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, നാളെ സെറ്റ് ആക്കി തരാം. നിന്റെ കയ്യിൽ 4000 ഉണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നായിന്റെ മോനെ, നീ ആരാ നടാ നിന്റെ വിചാരം? ജേടാ, നിന്റെ ഒക്കെ വെളച്ചിലൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഞങ്ങൾക്ക് യൂണിയൻ ഉള്ളതാ. കാണിച്ചറടി. കാണാം. ഓരോരുത്തന്മാർ മനുഷ്യന്റെ ഓരോ ദിവസം കളയാനായിട്ടാണ്. നല്ല കിട്ടിയില്ലേ? നല്ല കാര്യം ഉണ്ടായിരുന്ന ചങ്ങയ്യേ. എത്രയാ? 4000 ഉണ്ടോ? നോക്കണം. പയ്യനവിടെ തൂക്കിട്ടാ പിന്നെ എന്തുകൊണ്ട് കാണിക്കണേ? നിന്നോടാ പറഞ്ഞത്. നേരത്തെ എത്ര കൊടുക്കാന്ന് പറഞ്ഞ്? 2000. ആ എന്നാ തന്നിട്ട് കേറിക്കോ. എന്നാ കേറിക്കോ.